നമസ്കാരം. പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ആലപ്പുഴ ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ 1 നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഒരു മുന്നണിയോടും അകൽച്ചയും അടുപ്പവും ആലപ്പുഴയ്ക്കില്ല. എങ്കിലും കൂടുതൽ നാൾ ആലപ്പുഴ കോൺഗ്രസിനൊപ്പമായിരുന്നു. മണ്ഡല രൂപീകരണത്തിന് ശേഷം 1977 മുതൽ നടന്ന 12 തിരഞ്ഞെടുപ്പുകളിൽ 8ലും വലതുപക്ഷത്തിനൊപ്പം ആലപ്പുഴ നിന്നു. ഏറ്റവും നാൾ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് നേതാവ് VM സുധീരനാണ്. അദ്ദേഹം 4 തവണയാണ് വിജയിച്ചത്. 1977 VM സുധീരന്റെ ആദ്യ വിജയം. പിന്നീട് 1996 മുതൽ 1999 വരെ സുധീരൻ ഹാട്രിക് വിജയം നേടി. 1980 CPMലെ സുശീല ഗോപാലനും 1984 1989 കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനുമാണ് വിജയിച്ചത്. 1991 TJ ആഞ്ചലോസും 2004 ഡോക്ടർ KS മനോജും അട്ടിമറി വിജയത്തിലൂടെ ആലപ്പുഴയെ CPMലെത്തിച്ചു. 2009 2014 കോൺഗ്രസിലെ KC വേണുഗോപാൽ ആലപ്പുഴ MP ആയി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗമുണ്ടായപ്പോൾ ആലപ്പുഴ LDFിനൊപ്പം നിന്നു. അരൂരിലെ MLA ആയിരുന്ന AM ആരിഫാണ് ഇടതിന് അഭിമാന വിജയം നേടിക്കൊടുത്തത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 19 സീറ്റുകളിലും UDF വെന്നിക്കൊടി പായിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നത് ആലപ്പുഴ മാത്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 80.25% പോളിംഗ് നടന്നു. LDFിലെ AM ആരിഫ് 4,45,970 വോട്ടും UDFിലെ ഷാനിമോൾ ഉസ്മാൻ 4,35,496 വോട്ടും NDAയിലെ ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടും നേടി. ആരിഫ് 10,474 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പാർലമെന്റ് കമ്മിറ്റി മുതൽ ബൂത്ത് തലത്തിൽ വരെ കമ്മിറ്റികളായി. CPMും കോൺഗ്രസും BJPയുമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. സീറ്റ് നിലനിർത്തുക എന്നതാണ് LDFിന്റെ ലക്ഷ്യം. ഇതിനായി സിറ്റിംഗ് MP AM ആരിഫിനെ രംഗത്തിറക്കി LDF പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കുക എന്നതാണ് UDFിന്റെ ലക്ഷ്യം. ഓരോ തവണയും ലഭിക്കുന്ന വോട്ടുകളുടെ വർധനവ് NDA മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ ആലപ്പുഴ പാർലമെന്റിൽ LDFിനാണ് മുൻതൂക്കം. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം എന്നീ മണ്ഡലങ്ങൾ LDFിനൊപ്പം ഹരിപ്പാടും കരുനാഗപ്പള്ളിയുമാണ് UDFിനൊപ്പം നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും LDFിനാണ് മുൻതൂക്കം. പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും LDFിനാണ് മുൻതൂക്കം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 4 നഗരസഭകളുണ്ട്. ആലപ്പുഴ, ചേർത്തല, കായംകുളം നഗരസഭകൾ LDFിനൊപ്പം നിൽക്കുന്നു. ഹരിപ്പാട് നഗരസഭ UDFിനൊപ്പവുമാണ്. ഒരു തീരദേശ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. അറബിക്കടലോരത്ത് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ നീണ്ടുകിടക്കുന്ന ആലപ്പുഴയുടെ വിധി നിർണ്ണയിക്കാൻ തീരദേശത്തിന് പ്രധാന പങ്കുണ്ട്. മത്സ്യമേഖലയിൽ നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കടൽ ഭിത്തി നിർമ്മാണം, തോട്ടപ്പള്ളി മുതൽ ചെത്തി വരെയുള്ള തുറമുഖങ്ങളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും വികസനം, കുടിവെള്ളം, ആശുപത്രി വികസനം, തീരദേശ റോഡ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് തീരദേശത്തെ ചർച്ചാ വിഷയം. കടലോര മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, കായലോര മത്സ്യമേഖലയും ആലപ്പുഴയിൽ നിർണായക ഘടകമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നതും ആലപ്പുഴയിലൂടെയാണ്. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ദേശീയപാതയിൽ നടക്കുന്ന വികസനം തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമാണ്. മത്സ്യമേഖലയിലേതുപോലെ കയർ മേഖലയുടെ ചിന്താഗതിയും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. കയർ തൊഴിലാളികൾ ഏറെയുള്ള നാടാണ് ആലപ്പുഴ. ഈ പരമ്പരാഗത മേഖല എന്നും തെരഞ്ഞെടുപ്പിലെ സ്വാധീന കേന്ദ്രമാണ്. തീരദേശ റെയിൽവേയുടെ വികസനവും പ്രധാന ചർച്ചാ വിഷയമാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കാലിക പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകൻ ഹരികുമാർ വാലേത്ത് സംസാരിക്കുന്നു.
LDFിന്റെ നവകേരള സദസ്സും UDFിന്റെ സമരാഗ്നി പ്രക്ഷോഭയാത്രയും NDAയുടെ കേരള പദയാത്രയും എല്ലാം ആലപ്പുഴ മണ്ഡലത്തെ ഇളക്കി മറിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തവയെങ്കിലും 14 ലക്ഷം പേരിൽ 8-9 ലക്ഷത്തോളം പേർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ പ്രസക്തമാകുന്നത് ദൈനംദിന ജീവിത വൃത്തിയെ ബാധിക്കുന്ന തൊഴിലിട പരാധീനതകൾ തന്നെയാണ്. കയർ മേഖല പച്ചത്തൊണ്ട് സംഭരിച്ച് ചകിരി സംസ്കരിക്കപ്പെടുന്ന പദ്ധതി, കയർ ബോർഡിന്റെ സക്രിയത്വം ഇന്ന് പരിമിത പുരോഗതിയിൽ തളച്ചിട്ടപ്പെട്ടിരിക്കുന്നതൊക്കെ സംസാര വിഷയമായിട്ടുണ്ട്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നേട്ടങ്ങളും പ്രകടിപ്പിക്കുന്നുവെങ്കിലും കർഷകന്റെ മൂല്യത്തിന് ലോപം സംഭവിക്കുന്നത് ഇനിയും പരിഗണിക്കപ്പെടണം, പരിഹാരവും കാണണം. മത്സ്യമേഖലയിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന തീരദേശ മണൽ ചൂഷണവും നിലവിൽ കത്തിനിൽക്കുന്ന കരിമണൽ കരിനിഴലും ഭരണകക്ഷിയെ ഗുണകരമായിരിക്കില്ല ബാധിക്കുക. തീവണ്ടി കോച്ച് നിർമ്മാണത്തിന്റെ പ്രാരംഭ തലങ്ങൾ ചേർത്തല ആട്ടോകാസ്റ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന പ്രത്യാശ തുടക്കത്തിൽ അംഗീകാരങ്ങൾ നേടിയെങ്കിലും തുടരാൻ ആയില്ല എന്ന ന്യൂനത ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ലേ? ഊർജ സ്രോതസ്സുകൾക്ക് കൈത്താങ്ങാകേണ്ട കായംകുളം താപ വൈദ്യുത നിലയത്തിന്റെ അധോഗതി ആരാലും പരിഹരിക്കപ്പെടുന്നില്ല എന്ന സത്യവും സാധാരണ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ ദേശീയ ജലപാത കടന്നുപോകുന്ന ആലപ്പുഴ മണ്ഡലത്തിലൂടെ ചരക്ക് നീക്കങ്ങൾക്കൊപ്പം സഞ്ചാരയാനങ്ങൾക്കും പാതയൊരുങ്ങിയാൽ കരപ്പുറ യാത്രകളിലെ തിരക്ക് കുറയും, ചെലവും നിയന്ത്രിക്കാനാകും. സാധാരണക്കാരുടെ പ്രതീക്ഷകളാണിവയൊക്കെ. കുട്ടനാട് നേരിടുന്ന ആവർത്തന പ്രളയങ്ങൾക്കും ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നണികൾ രംഗത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ ആലപ്പുഴയിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് തീരുമാനം. പരമാവധി പേരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. ബൂത്തുകൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന തുടങ്ങിയതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ പറയുന്നു. നമ്മുടെ വോട്ടെണ്ണ എണ്ണോട്ട് സാധാരണ നോക്കുമ്പോഴത്തേക്ക് 70 മുതൽ 80% വരെയാണ് നമ്മുടെ ജില്ലയിൽ നമുക്ക് വോട്ടിംഗ് നടന്നു വന്നതായിട്ട് കാണുന്നത്. എന്നാൽ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ സ്റ്റേറ്റ് ആവറേജിനെക്കാളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതായി പരിശോധിച്ചപ്പോൾ കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ സ്വീപ്പ് എന്ന് പറയുന്ന പദ്ധതി ഇതിന് ആരംഭിച്ചു കഴിഞ്ഞു. 4ഓളം കോളേജുകളിലും പിന്നെ സ്കൂളുകളിലും നമ്മൾ യുവ വോട്ടർമാരെ ആകർഷിക്കുന്നതിനുള്ള ക്യാമ്പയിനുകൾ പിന്നെ അവർക്കുള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് തന്നെ ഇവിടെ വോട്ട് വണ്ടി ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. സെൻസിറ്റീവ് ക്രിട്ടിക്കൽ ബൂത്തുകളുടെ തൽസ്ഥിതി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭവന സന്ദർശനം നടത്തി ഇലക്ടറൽ റോളിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളും തുടങ്ങി. ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADMS സന്തോഷ് കുമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 13,92,393 വോട്ടർമാരാണുള്ളത്. ഇതിൽ 6,69,763 പേർ പുരുഷന്മാരും 7,20,625 പേർ സ്ത്രീകളുമാണ്. ആലപ്പുഴയിൽ കാറ്റ് എങ്ങോട്ട് വീശുമെന്നറിയില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം അതിനൊരു ഉദാഹരണം മാത്രമാണ്. UDF തരംഗത്തിൽ നിന്ന് ആലപ്പുഴക്കാർ മാറി നിന്നതിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. അട്ടിമറി വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ഡലമാണിത്. അപരൻ കുറച്ച് വോട്ട് പിടിച്ചു മാറ്റിയപ്പോഴാണ് VM സുധീരന്റെ തോൽവിയുണ്ടായത്. ആലപ്പുഴയിൽ എന്തും സംഭവിക്കാം. ആലപ്പുഴക്കാരുടെ മനസ്സറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കണം. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം AIRnewsfeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.